രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിത നൽകിയ ആദ്യത്തെ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് വേണ്ടി, ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ഈ ഗുളിക കൊണ്ടുകൊടുത്ത ആളാണല്ലോ ഈ ജോബി ജോസഫ്, വാഹനത്തിൽ കൊണ്ടുകൊടുത്ത ആ ജോബി ജോസഫ് ആണല്ലോ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്, അല്ലേ? ഏതായാലും ഈ ആദ്യ പരാതി, അതായത് ആദ്യ അതിജീവിതം നൽകിയ പരാതിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസ്, ആ കേസിലാണ് ജോബി ജോസഫ് രണ്ടാം പ്രതിയായിട്ടുള്ളത്. അതിൽ ജോബി ജോസഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായ കുറ്റമായി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി മരുന്ന് ഈ പെൺകുട്ടിക്ക് എത്തിച്ചു കൊടുത്തത് ജോബി ജോസഫ് ആയിരുന്നു. അത് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ആ സാഹചര്യത്തിലാണ് കേസിൽ രണ്ടാം പ്രതിയായി ജോബി ജോസഫിനെ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ രീതിയിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കേസ് എന്ന് പരിഗണിക്കും എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഏതായാലും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതയുടെ മൊഴി അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ, ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം മുങ്ങിയതാണല്ലോ ജോബി ജോസഫും. ഇപ്പോൾ 15 ദിവസം പിന്നിട്ടിരിക്കുന്നു രണ്ടുപേരും മുങ്ങിയിട്ട്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ജോബി ജോസഫ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘവും വിലയിരുത്തിയിരുന്നത്. കാരണം രണ്ടുപേരും അതേ ദിവസം തന്നെയാണ് ഒളിവിൽ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 16ാമത്തെ ദിവസമാവുകയാണ് രണ്ടുപേരും ഒളിവിൽ പോയിട്ട് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുലും ഇതുവരെ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലാത്തൊരു സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ജോബി കൂടി ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി രംഗത്തെത്തുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.